happy numbers. അപ്പോഴേ വരുള്ളൂ അല്ലേ? നൈസ് ആയിരുന്നു അതൊക്കെ. അപ്പൊ ഹാപ്പി സോങ്സ് കേട്ട് വരും, നമ്മൾ ചില്ലയും പൊളിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ ട്രിബ്യൂട്ട് ടു മാസ്റ്റേഴ്സ് റൗണ്ടിലേക്ക് പോവാം. പാടാൻ വരുന്നു നമ്മുടെ ലൈറ്റ് ഹൗസ്. യെസ്, ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴഴകുള്ളൊരു നായിക നീ. എന്നനുരാഗത പോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ. എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. സൂപ്പർ ആയിരുന്നു, വെരി ബ്യൂട്ടിഫുൾ. സ്വാമിയുടെ പാട്ടാണ് എടുത്തിട്ട് വന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ഈ ഒരു സോങ് സെലക്ട് ചെയ്യാനുള്ള റീസൺ? എനിക്ക് ഈ പാട്ട് കുറെ ഇഷ്ടപ്പെട്ടു. പിന്നെ കുറെ ഫീൽ ഉള്ള പാട്ടാണ്.
അപ്പം അവർക്ക് ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ച ഈ ഒരു ഓപ്പർച്യൂണിറ്റി അതിനു വേണ്ടി ഞാൻ താങ്കിങ് ദി ഓൾ മൈറ്റി. ഓക്കെ, സൂപ്പർ. ചോദിക്കാം നമുക്ക്. യെസ്. അവരും ജഡ്ജസ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇംപ്രൂവ് ആയി തോന്നുന്നുണ്ടോ യേശുവിന് തന്നെ? എനിക്ക് ഫീൽ ആവുന്നു. ആണോ? എങ്ങനെ ഉണ്ടായി ലാസ്റ്റ് ഗ്രൂമിംഗ് സെഷൻ ഒക്കെ? സൂപ്പർ ആയിരുന്നു. മെനി താങ്ക്സ് ടു രൂപേഷ് സർ ആൻഡ് റെജി മാം. താങ്ക് യു സോ മച്ച് സർ മാം. അതിനിടയിൽ ഇദ്ദേഹം കയറി വന്നു എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എങ്ങനെയുണ്ടായി? ശരത് സാറിന് ഗ്രൂം ചെയ്യാമെന്നോ? വന്നു. എന്നിട്ട് ആദ്യം ഞാൻ കേറിയപ്പോ എനിക്ക് ഇവിടെ പെട്ടെന്ന് വേർക്കുന്നു, തലയൊക്കെ പിടിച്ചു വെച്ച പോലെ. അതെന്താ? അത് നിങ്ങൾ തലയിൽ കൂടെ വെള്ളം ഒഴിച്ചു. എനിക്ക് ഒരു വിറയൽ. അതെ. ഓക്കെ, ശരത് സാറിന്റെ ഗ്രൂമിംഗ് കിട്ടാൻ പോവാണല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം. ശരത് സാറിന് തന്നെ ആദ്യം ചോദിക്കാം. സർ, എന്തോ ഗ്രൂമിംഗിനൊക്കെ പഠിപ്പിച്ച പോലെ തന്നെ യശ് പെർഫോം ചെയ്തോ? അല്ല, ഞാനെന്ത് പഠിപ്പിക്കാൻ? ഇതിന് ഒരു എന്താ പറയണ്ട, ഒരു പ്രഗത്ഭനായ, നമ്മളൊക്കെ സ്വാമിന്ന് അക്ഷരാർത്ഥത്തിൽ വിളിക്കുന്ന ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടാണ്. അതിന് നമ്മൾ ഒരു അഭിപ്രായം പറയാൻ തന്നെ ഞാനൊന്നും ആളല്ല. ഇത് കേട്ട് ഇങ്ങനെ രസിച്ചിരിക്കാം, അമ്പലം അന്തം വിട്ടിരിക്കുക എന്നുള്ളതല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. കാര്യം എനിക്കുള്ള ഒരു ഭാഗ്യം അദ്ദേഹം തന്നെ എനിക്ക് ഈ പാട്ട് പാടി കേൾപ്പിച്ചു തന്നിട്ടുണ്ട്, ദക്ഷിണാമൂർത്തി സ്വാമി. അതൊക്കെയാണ് ഞാൻ ചെയ്ത ഭാഗ്യം എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ആഴമായിട്ട് എഴുതി വെച്ചേക്കുന്നത്. അത് കൂടുതലൊന്നും നമുക്കൊന്നും ഇല്ല. യക്ഷേ, എന്തൊക്കെയാണ് ഈ പാട്ടെടുത്തോണ്ട് വന്ന് യക്ഷിന് കെട്ടിപ്പിടിച്ചൊരു 100,000 ഉമ്മ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. സ്കൂൾ ഇട്ടിട്ടെങ്കിലും ഒരു കെട്ടിപ്പിടുത്തം കൊടുക്കണം. കാരണം എല്ലാരും കെട്ടിപ്പിടിക്കുമ്പോ യശിന് കരച്ചില് വരാറുണ്ട്. അതല്ല, എനിക്ക് അവിടെ നിന്ന് യക്ഷിനെ എവിടെ ഉമ്മ കൊടുക്കും? വയറ്റത്ത്. ഞാൻ ഇവിടെ നിൽക്കാം. അവന് ഉമ്മ കിട്ടിയാ മതി. അത്ര മതിയോ? അതാ വരുന്നു. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും കഥ പറയൂ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും കഥ പറയൂ. അർദ്ധനിമീലിത അല്ല ശരത്തേട്ടാ, ഒന്ന് ശരിക്കും ഒന്ന് കെട്ടിപ്പിടിച്ച എവിടം വരെ എത്തുന്നുണ്ടെന്ന് നോക്കട്ടെ. കുഞ്ഞ് ഒരു അര ശരത്തും കൂടി വേണം. എനിക്ക് ആ പൊക്കിളിലൊക്കെ മുമ്പ് കൊടുക്കണം. അതെന്തൊക്കെയാണ് യക്ഷേ? ബ്യൂട്ടിഫുൾ ഒക്കെ ആടുന്നു. താങ്ക് യു സർ. യശ് വീണ്ടും ഇമോഷണൽ ആയിരിക്കാണ്. ഗൈസ്, യശ് അറ്റ് ലാസ്റ്റ് യശിന് കിട്ടിയിരിക്കാണ് ആ കെട്ടിപ്പിടുത്ത ഉമ്മയും. Yes. എന്ത് തോന്നുന്നു? കുറെ ബ്ലെസ്ഡ് മൊമെന്റ്. ഐ ജസ്റ്റ് ഫീൽ നമ്മളെല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വരണം, സാറിനെ ഒന്ന് കാണാൻ, നേരിട്ട് കാണാൻ. ജസ്റ്റ് സോ ഹാപ്പി. യക്ഷേ, സർ, ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. താങ്ക് യു സർ. ആസ്വാദന പാടി യക്ഷേ. താങ്ക് യു സോ മച്ച്. ഓരോന്നും യക്ഷ പാടുമ്പോൾ അത്രയ്ക്ക് നമ്മൾ ആസ്വദിച്ചു. അതൊരു സന്തോഷമാണ്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ബ്യൂട്ടിഫുൾ. ആഹാ, അതിനകത്ത് അദ്ദേഹം എങ്ങനെ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അത് ഇങ്ങനെയുള്ള ലെജൻസിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിന് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പറ. പാട്ട് കമ്പോസ് ചെയ്തത് വി ദക്ഷിണാമൂർത്തി സ്വാമി, പാടിയത് KJ യേശുദാസ് സർ. അയ്യോ. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി സർ. തമ്പി സാർ. അയ്യോ. പടം പാടുന്ന പുഴ. ആസാദ് ഒന്നും പറയാനില്ല. തമ്പി സാറൊക്കെ എന്താ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് സൃഷ്ടിച്ച എല്ലാവർക്കും പ്രണാംസ്. വേറൊന്നുമില്ല. പക്ഷേ അടിച്ച് പൊളിച്ചു. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. ചേച്ചി. യശ് മാം, ഫാന്റാസ്റ്റിക്. താങ്ക് യു മാം. യഷിന്റെ ആദ്യത്തെ പെർഫോമൻസിൽ നിന്നും ഒരുപാട് മാറി. ശരിക്കും മലയാളം പറയുന്നതിലും വാക്കുകൾ ഉച്ചരിക്കുന്നതിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഈ പാട്ട് ശരിക്കും മനോഹരമായിട്ട് സ്വന്തമായിട്ട് ആസ്വദിച്ച് പാടുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അതില് ചരണത്തിലും അനുപല്ലവിയിലും ഒരു സംഗതി വരുന്നുണ്ടല്ലോ, എവിടെയത്? ബ്യൂട്ടിഫുൾ. അതേപോലെ അനുപല്ലവിയിലും യശ് ഒരു സംഗതി പാടിയിട്ടുണ്ട്. ദാറ്റ് വാസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. ക്ലിയർ ആയിരുന്നു ആ സംഗതി കേൾക്കാൻ. അതിനൊരു ഒഴുക്കുണ്ടായിരുന്നു, അതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. സോ അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു പെർഫോമൻസ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക. യെസ് സർ. കാലക്കിടാ.
താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഞാൻ ഈ പാട്ട് പലരും അറ്റംപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു. സോ കൺഗ്രാറ്റ്സ് ടു യു. താങ്ക് യു സർ. താങ്ക് യു സർ. നല്ല ഫീലിൽ തന്നെ പാടി. പക്ഷെ അതുപോലെ ജസ്റ്റ് എനിക്ക് ആകെ തോന്നുന്ന മറ്റേ ബേസ് റേഞ്ച് വരുമ്പോൾ മാത്രം ഏതോ ഒരു സ്ഥലത്ത് മാത്രം ചെറുതായിട്ടൊന്ന് ആ നോട്ട് ഹിറ്റ് ചെയ്യാത്ത പോലെ തോന്നി. അർത്ഥനിമീതി. അത് തന്നെ അല്ലെ, അവിടെ മാത്രം ബേസ് ടച്ച് ചെയ്യാനൊരു ഇതുപോലെ തോന്നി. പിന്നെ അതർവൈസ് യശ് നന്നായിട്ട് തന്നെ പാടി. ആൻഡ് ഡിക്ഷൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് യശ്. അത് ഡിക്ഷനിൽ ഇനിയും വർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സർ. അതർവൈസ് ഫാന്റാസ്റ്റിക് ജോബ് മാൻ. താങ്ക് യു സർ. അടിപൊളിയായിട്ട് പാടി. താങ്ക് യു സർ. ഇങ്ങനെ പോവാണെങ്കിൽ യശ് ഡെഫിനറ്റ്ലി നമുക്കൊരു ടോപ്പ് 5 നമുക്ക് കാണാൻ പറ്റും. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. യെസ്. ഓൾ ദി ബെസ്റ്റ്. ട്രെയിനറെ പേടിപ്പിക്കാനാണെങ്കിലും ആ എലിമിനേഷന്റെ ഡേഞ്ചർ സോൺ വന്നപ്പോഴേ അവൻ ഓർപ്പിച്ചു ഇനി ഞാൻ മേലെ ഇവിടെ വരില്ല. അതെ 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 അതെ. ഇനി ഒരിക്കലും ആ ഡേഞ്ചർ സോണിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരുടെയും ദൗത്യം. ഓക്കെ, സോ വർക്ക് ഹാർഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരിക്ക. ഓക്കെ, അപ്പൊ ഗുഡ് കമന്റ്സ് ഒക്കെ കേട്ടു. ഇനി നമുക്കിതിലെ നസീർ സാറിന്റെ ഒരു മാനറിസംസ് രീതികളൊക്കെ പഠിച്ചോ? ചെറുതായിട്ട് ഫിലിമൊക്കെ കാണുമ്പോൾ ആ. മനസ്സിലായി കുറച്ച്. അറിയാം, അറിയാം. കുറച്ചൊക്കെ അറിയാം. എന്നാ പിന്നെ ഒരു ശീലാമയെ ഞങ്ങൾ തരട്ടെ. ഓ, മഞ്ജരി Okay. ചേച്ചി എന്ത് ഒന്ന് വരുമോ? എന്തിന്? നസീർ സാറിന്റെ കൂടെ ഒന്ന് അഭിനയിക്കാൻ ചെറിയൊരു പോർഷൻ. best. യെസ് ചേച്ചി, ബാ. സാരിയൊക്കെ ചേച്ചി കൊടുത്ത് ഭയങ്കര സുന്ദരിയായിട്ടായിരിക്കുന്ന ഒരു കൈയടി പ്ലീസ്. പ്ലീസ് ചേച്ചി. ശരത്, ശാരിക, നസീർ സാറിന്റെയും ഷീലാമ്മയുടെ പെർഫോമൻസ് നമ്മൾ കാണാൻ പോവാണ് ഇവിടെ. ഓഹോ. അപ്പൊ നസീർ സാറിന്റെയും ഷീലാമ്മയുടെയും ഒരു മരച്ചുറ്റിപ്പുറം അത് ഞങ്ങൾക്ക് യേശും മഞ്ജരി ചേച്ചിയും കൂടെ നമുക്ക് കാണാം. ഓക്കെ, ഞാൻ ജീവിതത്തിൽ പോലും മരം ചുറ്റി മരമൊന്നുമില്ല ചേച്ചി, അങ്ങ് ഒന്ന് അഭിനയിച്ചാ മതി. മരമായിട്ട് നിന്നാ മതി. മരം എവിടെ നിൽക്കണം? മരം. നിന്നെ കണ്ടിട്ട് ഒരു മരം പോലെ ഉണ്ട്. ഞാൻ ഈ ഫ്രെയിമിൽ വന്ന ബോറാവും ശരിക്കും. ഞാൻ മാറി നിൽക്കാം. അല്ല, നീ നന്നായിട്ടുണ്ട് പാറു. അപ്പൊ നീ മാറി നിൽക്കും. ആ കാര്യമായിട്ടാ യെസ് റെഡിയാണ് കൊയ്ച്ച. ഞാൻ റെഡിയാണ്. ഞാൻ റെഡിയാണ്. ആ എനിക്കൊരു പിടിയില്ല. പാട്ടിട്ട് തരാം, നിങ്ങളങ്ങ് പെർഫോം ചെയ്യൂ. നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ. നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോളേജ് അടച്ചതുകൊണ്ട് നമ്മൾ അകലുകയായി, കൂടുതൽ അടുക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പേടിയും തോന്നുന്നു. മാലതിക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമില്ല. എന്നേക്കാൾ കൂടുതലായി ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു. മിടുക്കി. ആ കൈ ഇങ്ങനെ ഇട്ടു. എനിക്ക് ഒരു കൈ മതി. എനിക്ക് 2 കൈകളേ ഉള്ളൂ. ഈ കൈയിൽ എന്റെ ജീവിതമുണ്ട്. ഇത് ഭദ്രമായി സൂക്ഷിച്ചു. ഇതിൽ എന്റെ ഒരു സമ്മാനം ഇരിക്കട്ടെ. അമ്പടി ജിഞ്ചിണ്ടാക്കടി. അടിപൊളി. എന്താ ലാസ്റ്റ് പറഞ്ഞേ? അമ്പടി ജിഞ്ചിൻ നക്കടി. നക്കടി? നക്കടിയല്ല അത്. ഡിക്ഷൻ ശരിയാക്കണത്. പറഞ്ഞു. അത് നസീർ സാറല്ലേ പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, സൂപ്പർ രണ്ടുപേരും. താങ്ക് യു. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ വെച്ചോളൂ. ഗിഫ്റ്റ് ജീവിതമാണിത്. അതാ ജീവിതം. ജീവിതം കൊണ്ടുപോകണേ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ജീവിതം വളരെ ചെറുതാണ്. ചെറുതാ. അപ്പോ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു മഞ്ജരി ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ.
അപ്പൊ നമുക്ക് എന്തായാലും മാർക്ക് ചോദിക്കാം. ചോദിക്കും. ഒരു മാർക്ക് ഹിഡൻ ആണ്, കഴിഞ്ഞ തവണ സൂചിച്ചതല്ലേ, മതി കേട്ടോ. ഇനി ചേച്ചിയാണ് മാർക്ക്. Yes. ചേച്ചിയുടെ മാർക്ക് ആയിരിക്കും ഹിഡൻ. ശരത് സർ, യെസ്, എത്രയാണ് യശിന്റെ മാർക്ക്? യഷ് 9.4 മാർക്സ്. താങ്ക് യു സർ, താങ്ക് യു സർ, താങ്ക് യു സർ, സൂപ്പർ, താങ്ക് യു. താങ്ക് യു സർ, ഷാനിക്ക, ഞാനൊരു 9.5. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു, താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ചേച്ചി, ആ ജീവിതം അതിന്റെ ഉള്ളിലില്ലേതാ ഇതിലോട്ട് കൈമാറുന്നുണ്ട്. ഓക്കെ. കൈമാറിയത് ജീവിതമാണോ ഇല്ലയോ എന്നുള്ളത് എലിമിനേഷന് മനസ്സിലാവും. ഓക്കെ, സോ ടോട്ടൽ 88.9. ഓ, പുതിയ ഷെഡ്യൂളിലെ ഫസ്റ്റ് പെർഫോമൻസ് കിഡിലെ മാർക്കും. സൂപ്പർ യശ്. താങ്ക് യു, പിന്നെ ഒരു പെർഫോമൻസ് കൂടെ ഉണ്ട്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഓൾ താങ്ക് യു സോ മച്ച്. സൂപ്പർ സ്റ്റാർ. നമ്മുടെ കുട്ടികളൊക്കെ അസാധ്യമായി പാടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ഷെഡ്യൂളില്. അപ്പൊ ഒരു പ്രോത്സാഹന സമ്മാനമൊക്കെ നമ്മൾ കൊടുക്കണ്ടേ? തീർച്ചയായും. പുതിയതായി ഓരോ എപ്പിസോഡിലും ആരാണോ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങുന്നത് അവർക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ഓ, ഓക്കെ, അപ്പൊ ഈ എപ്പിസോഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട യശ് ടോപ്പ് മാർക്ക് വാങ്ങിയിരിക്കുകയാണ്. യശ്, കം ഓൺ. അപ്പൊ മഞ്ജരി ടീച്ചറെ മാർക്ക് ഹിഡൻ ആണ്, അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ഷാനിക്കയും ശരത് സാറും പറഞ്ഞ മാർക്ക് വെച്ചിട്ട് അതിന് ടോപ്പാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയർ കോം വോട്ട് ബൈ ജെവൻ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ കൊടുക്കട്ടെ? Yes. ഒരു ഷീലാമ്മയെ ഞങ്ങൾ തരട്ടെ? ഓ, നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മായല്ലേ മറയല്ലേ നീലനിലാവൊളിയേ. നീ മധുപകരു മലച്ചൊരിയു അനുരാഗ പൗർണമിയേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോളേജ് അടച്ചതുകൊണ്ട് നമ്മൾ അകലുകയായി, കൂടുതൽ അടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ പേടിയും തോന്നുന്നു. മാലതിക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമില്ല. എന്നേക്കാൾ കൂടുതലായി ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു. മിടുക്കി. ആ കൈ ഇങ്ങനെ നിൽക്കൂ. എനിക്ക് ഒരു കൈ മതി. എനിക്ക് 2 കൈകളേ ഉള്ളൂ. ഈ കയ്യിൽ എന്റെ ജീവിതമുണ്ട്. ഇത് ഭദ്രമായി സൂക്ഷിച്ചു. ഇതിൽ എന്റെ ഒരു സമ്മാനം ഇരിക്കട്ടെ. അമ്പടി ജിഞ്ചിൻ